വംശഹത്യയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നരനായാട്ടുമെല്ലാം ഗാസ എന്ന പ്രദേശത്തെ കൊണ്ട് എത്തിച്ചത് ലോകത്തെ തന്നെ ഏറ്റവും വിശപ്പുള്ള സ്ഥലം എന്ന നിരയിലേക്കാണ്. പലകുറി പല രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ആവർത്തിച്ചു പറഞ്ഞിട്ടും യുദ്ധനീതി മറന്ന് വിളയാടുന്ന നെതന്യാഹുവിന് ഒരൽപ്പം പോലും മനുഷ്യത്വം വന്നിട്ടില്ല. കുരുന്നു ജീവനുകളെ വരെ തന്റെ യുദ്ധവെറിക്ക് ഇരയാക്കുന്ന നെതന്യാഹുവിനെ ഈ ലോകത്ത് ആരും തന്നെ പിന്തുണയ്ക്കുന്നില്ല. ഇസ്രയേൽ ആക്രമണത്തിലും ഉപരോധത്തിലും വലയുന്ന ഗാസയെ ഭൂമിയിലെ ഏറ്റവും വിശപ്പ് നിലനിൽക്കുന്ന സ്ഥലമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഗാസയിലെ മനുഷ്യർ മുഴുവൻ ക്ഷാമത്തിന്റെ വക്കിലാണെന്നും UN മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേൽ സൈനിക നടപടി നേരിട്ടും മതിയായ ഭക്ഷണം ലഭിക്കാതെയും താമസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത ലോകത്തെ ഒരേയൊരു ജനതയാണ് ഗാസയിലുള്ളതെന്നും UN മാനുഷിക വിഭാഗം വക്താവ് ജെൻസ് ലാർക്ക് ചൂണ്ടിക്കാട്ടുന്നു. പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മാനുഷിക സഹായം ഗാസയിൽ എത്തിക്കുന്നതിന് അടുത്തിടെ നേരിട്ട വലിയ തടസ്സങ്ങളാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നും UN റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഗാസയിലെ ഐക്യരാഷ്ട്ര സഭയുടെ ദൗത്യം സമീപകാല ചരിത്രത്തിൽ വ്യാപകമായി തടസ്സപ്പെട്ടുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഉപരോധത്തിലൂടെ ഇസ്രയേൽ ഗാസയിൽ പട്ടിണി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഗാസയിലെ 23 ലക്ഷം ജനങ്ങളും കടുത്ത പട്ടിണി അനുഭവിക്കുന്നു. മനുഷ്യരെ വിശപ്പിലേക്ക് തള്ളിവിട്ട ഇസ്രയേൽ നടത്തുന്ന നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും ഐക്യരാഷ്ട്ര സംഘടന ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലേക്ക് 900 ട്രക്കുകൾ അയക്കാൻ ഇസ്രയേൽ സമ്മതിച്ചിരുന്നു. ഇതിൽ 600 ട്രക്കുകൾ മാത്രമേ ഗാസയിലെ അതിർത്തി താണ്ടിയുള്ളൂ. അതിൽ ചെറിയൊരു സംഖ്യ മാത്രമാണ് വിതരണത്തിനായി കൊണ്ടുപോയത്. സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതിനാൽ സഹായങ്ങൾ നൽകാനാകുന്നില്ലെന്നും ലാർക്ക് പറഞ്ഞു. 11 ആഴ്ച നീണ്ടുനിന്ന ഉപരോധം മെയ് 19 ഇസ്രയേൽ കുറച്ചിരുന്നു. എന്നാൽ നിലവിലെ ഗാസ ജനതയുടെ ആവശ്യങ്ങളുടെ 10% പോലും പൂർത്തിയാക്കാൻ ഉതകുന്നതായിരുന്നില്ല കഴിഞ്ഞയാഴ്ച ഗാസയിലേക്ക് എത്തിയ സാധനങ്ങൾ. ഈ സാഹചര്യം പലപ്പോഴും സാധാരണ വിതരണ ട്രക്കുകൾക്ക് സമീപം സാധാരണക്കാരുടെ തിക്കും തിരക്കും സൃഷ്ടിക്കാനും ഇടയായിരുന്നു. വലിയ സംഘം സാധനങ്ങൾക്കായി കാത്തു നിൽക്കുകയാണ്. ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്ന ട്രക്കുകൾ ജനങ്ങൾ വളയുന്നത് അവർ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് എന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾ സാധനങ്ങൾക്കായി ബഹളമുണ്ടാക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്നതും സ്ഥിതി വഷളാക്കുന്നുണ്ട്. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടിയും ഒരു വശത്ത് തുടരുകയാണ്. 24 മണിക്കൂറിനിടെ ഗാസയിൽ 60 ജീവൻ കൂടി പൊലിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. 2023 ഒക്ടോബർ 7 ശേഷം 54,381 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച അമേരിക്കൻ നിർദ്ദേശത്തിന് ഹമാസ് നൽകിയ മറുപടി അസ്വീകാര്യമെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കി. എക്സ്പോസ്റ്റിലൂടെയായിരുന്നു സ്റ്റീവ് വിറ്റ്കോഫിന്റെ പ്രതികരണം. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ ചട്ടക്കൂട് ഹമാസ് അംഗീകരിക്കണമെന്നായിരുന്നു എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ വിറ്റ്കോഫ് ആവശ്യപ്പെട്ടത്. വെടിനിർത്തലിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ വരുന്ന ആഴ്ചയിൽ ഉടൻ ആരംഭിക്കാമെന്നും വിറ്റ്കോഫ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ നിർദ്ദേശത്തിന് മറുപടി നൽകിയതായി നേരത്തെ ഹമാസ് അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കാലാവധിയും ഇസ്രായേൽ എത്രത്തോളം പിൻവാങ്ങുമെന്നത് സംബന്ധിച്ച വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങളും സംബന്ധിച്ചാണ് അമേരിക്കയും ഹമാസും തമ്മിലുള്ള തർക്കത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട്. സ്ഥിരമായ വെടിനിർത്തൽ, ഗാസ മുനമ്പിൽ നിന്നുള്ള പൂർണ്ണമായ പിൻവാങ്ങൽ, ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് പുറത്തു നിന്നുള്ള കൂടുതൽ സഹായം ഉറപ്പുവരുത്തുക എന്നതൊക്കെയായിരുന്നു അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളോടുള്ള ഹമാസിന്റെ പ്രതികരണം. കരാറിന്റെ ഭാഗമായി നേരത്തെ സമ്മതിച്ച പലസ്തീൻ തടവുകാർക്ക് പകരമായി 10 ജീവിച്ചിരിക്കുന്ന ഇസ്രയേലി തടവുകാരെയും 18 ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുനൽകാമെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ഗാസയിലെ അമേരിക്കൻ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ നേരത്തെ അംഗീകരിച്ചിരുന്നു. 60 ദിവസത്തെ വെടിനിർത്തലും ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പകുതി പേരുടെ മോചനവും മരിച്ചവരിൽ പകുതി പേരുടെ മൃതദേഹം വിട്ടു നൽകുന്നതും വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുമെന്ന് വിറ്റ്കോഫ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. മാർച്ച് പകുതിയോടെ നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ ഗാസയിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങണമെന്ന് ഹമാസ് നിർബന്ധം പിടിച്ചതോടെ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നിലയ്ക്കുകയായിരുന്നു. പിന്നാലെ ഇസ്രയേൽ ഗാസയിലെ ആക്രമണം പുനരാരംഭിച്ചു. രൂക്ഷമായ ആക്രമണമായിരുന്നു ഇതിനു പിന്നാലെ ഇസ്രയേൽ ഗാസയിൽ നടത്തിയത്. ഇതോടെ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാവുകയും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഗാസയിൽ മാനുഷിക സഹായം വിതരണം ചെയ്ത ഇസ്രയേൽ അമേരിക്കൻ സംവിധാനത്തെ അപലപിച്ച്
ഒരു ഉന്നത UN മനുഷ്യാവകാശ ഉദ്യോഗസ്ഥനും രംഗത്തെത്തിയിരുന്നു. ഇസ്രായേൽ അമേരിക്കൻ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ സംവിധാനം ഗാസയിലെ ജനങ്ങളെ നിരാശരാക്കുകയാണെന്ന് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ UN മനുഷ്യാവകാശ ഓഫീസിന്റെ പ്രതിനിധി അജിത് സുൻകെ ആരോപിച്ചു. ജനീവയിൽ നിന്നുള്ള അനഡോലു ഏജൻസിയോട് സംസാരിച്ച സുൻകെ ഈ സംവിധാനത്തിന് ന്യായബോധം, നിഷ്പക്ഷത, സ്വാതന്ത്ര്യം എന്നിവയില്ല എന്നും ആ പദ്ധതി ഇതിനകം പോഷകാഹാരക്കുറവുള്ള സാധാരണക്കാരെ ഭക്ഷണത്തിനായി ജീവൻ പണയപ്പെടുത്താൻ വീണ്ടും നിർബന്ധിതരാക്കുന്നുവെന്നും മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ ജനങ്ങളുടെ മാനുഷിക ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു അപമാനകരമായ ഘടകം ഈ സംവിധാനത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 1 മുതൽ ഐക്യരാഷ്ട്രസഭ നിരസിച്ച സ്വിറ്റ്സർലൻഡിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ മധ്യ തെക്കൻ ഗാസയിൽ പരിമിതമായ സഹായം വിതരണം ചെയ്തു വരികയായിരുന്നു. എന്നാൽ ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുന്നുവെന്നാരോപിച്ച് അവരുടെ പ്രവർത്തനം വിമർശിക്കപ്പെട്ടിരുന്നു. മാർച്ച് 2 മുതൽ ഗാസയിലെ 2.4 ദശലക്ഷം നിവാസികളിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രയേൽ തടഞ്ഞുവെന്ന് UN ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇത് ഏകദേശം 9 ലക്ഷം ആളുകളെ, അതായത് ജനസംഖ്യയുടെ പകുതിയോളം പേരെ ശുദ്ധജലമോ പരിമിതമായ ഭക്ഷണമോ സുരക്ഷിതമായ ആശുപത്രികളോ ഇല്ലാത്ത തിരക്കേറിയ മേഖലകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ നിർബന്ധിതരാക്കി. ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തോട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സുൻകെ ആവശ്യപ്പെട്ടു.